ഇന്റർവ്യൂവിനൊന്നും പോയതല്ല. രാവിലെ എന്റെ കയ്യിലിരുന്ന് പൈസ വാങ്ങി നേരെ ബാറിലേക്ക് പോയതല്ലേ. ഞാൻ മണ്ടി. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. ഹരിതേ, ഞാൻ ഇന്റർവ്യൂവിന് തന്നെ പോയത്. ആ ഇന്റർവ്യൂ ഞാൻ പാസ്സാകാൻ ചെയ്തു. എന്നിട്ട് പിന്നെന്താ? ഈ വർഷയുടെ മനസ്സിൽ എവിടെയോ കുറച്ചിഷ്ടം ഞാൻ പോലും അറിയാതെ ഒളിഞ്ഞു കിടന്നിരുന്നു. അതാ ഒഴിഞ്ഞു മാറി പോവാൻ എനിക്ക് കഴിയാതിരുന്നത്. ഇനി ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നില്ല. അയ്യോ, ഇതിപ്പോ രാത്രിയാണോ രാവിലെയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഫോൺ ഇവിടെ. അയ്യോ, രാത്രിയാ. ഇവിടെ ആരും ഇല്ലേ? എന്താ സ്മെല്ല്? ഇതാരാ മനോജാ? ബോധമൊക്കെ വന്നോടാ? മനോജ് ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും കൊടുക്കല്ലേ, അകത്ത് കിടക്കുന്ന പിരിയും. പിന്നെ ഹരിതയ്ക്ക് ഛർദില് കോരാനേ സമയം കാണൂ. വല്ല പച്ചമോരോ തൈരോ അവന് കൊടുക്ക്, തലയിലെ കെട്ടിറങ്ങട്ടെ. നിനക്ക് ബോധം വന്നടാ? രാവിലെ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയതാ. ആവശ്യമില്ലാത്തൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതായിരിക്കും. വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോവാനാണ് ഭാവമെങ്കിൽ മനോജെ, ഈ വീട് എല്ലാത്തിലും ഒന്ന് ചിട്ടയിട്ട് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്ന് തോന്നി തുടങ്ങിയത് ഈ അടുത്ത കുറച്ച് നാളുകളായിട്ടാ. ദയവ് ചെയ്ത് നീയായിട്ട് ഈ കുടുംബത്തിന്റെ താളം തെറ്റിക്കരുത്. ഇത് നിന്റെ ഏട്ടത്തമ്മയുടെ ഒരു അപേക്ഷ കൂടിയാ. നിനക്കെന്താ മറുപടി ഒന്നുമില്ലേ? അതോ മദ്യത്തിന്റെ മത്തിറങ്ങിയില്ലേ? ലക്ഷങ്ങളാ നിന്റെ മദ്യപാനം മൂലം തൊലഞ്ഞതെന്ന കാര്യം നീ സൗകര്യപൂർവ്വം അങ്ങ് മറന്നോ? ദേ, നിന്നെ വിശ്വസിച്ച ഈ പെങ്കൊച്ച് രണ്ടാമത് ഇറങ്ങി വന്നത്. ഇതിനോട് നീ വീണ്ടും നെറികേട് കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാ ഞാൻ ക്ഷമിച്ചു വരില്ല. അച്ഛാ, എല്ലാവരും കൂടി മനോജിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാതെ. അവന്റെ മനസ്സുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തു മനസ്സിലാക്കാൻ? ഒരു പെണ്ണിവിടെ ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോഴാണോ ഇവൻ ഈ വൃത്തികേട് കാണിക്കുന്നത്? പ്രകാശ, നീ വെറുതെ മനോജിനെ ന്യായീകരിക്കാൻ നോക്കണ്ട. അമ്മേ, ഞാൻ അതല്ല പറയുന്നത്. മനോജ് ചിലപ്പോൾ വഴിയിൽ വെച്ച് അവന്റെ പഴയ ക്ലാസ്മേറ്റിനെയോ മറ്റോ കണ്ടു കാണും. അവരിവനെ നിർബന്ധിച്ചപ്പോൾ ചിലപ്പോ ഒരു കമ്പനിക്ക് ഇവൻ കുടിച്ചതാവും. അല്ലെങ്കിൽ ചിലപ്പോ ഇന്റർവ്യൂ പാസ്സാവാത്ത സങ്കടത്തില്. കൊള്ളാം. സങ്കടം വന്നാ അതിനുള്ള മരുന്ന് മദ്യമാണെന്നാണോ പ്രകാശിടം പറഞ്ഞു വരുന്നത്?
അങ്ങനെയാണെങ്കിൽ ഞാനും സുചിത്രയുടെയൊക്കെ അനുഭവിച്ച സങ്കടങ്ങളോ? സങ്കടം തീർക്കാൻ സുചിത്രയെടുത്ത് ഇതുപോലെ മദ്യപിച്ച് 4 കാല് വന്ന പ്രകാശേട്ടൻ അത് അംഗീകരിക്കോ? എന്താ വന്ദന ചോദിച്ചതിന് പ്രകാശേട്ടന് മറുപടിയൊന്നും പറയാനില്ലേ? അത് മദ്യപിച്ചത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ പേരിൽ മനോജിനെ ഇന്റർവ്യൂവിന് പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാ ഇന്റർവ്യൂവിന് പോയത്. ഇങ്ങനെ മദ്യപിച്ച് കൂത്താടാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് അറിയാനുള്ളത്. ഹരിതേ, അത് അപ്പോ ഇന്റർവ്യൂവിനൊന്നും പോയതല്ല. രാവിലെ എന്റെ കയ്യിലിരുന്ന് പൈസ വാങ്ങി നേരെ ബാറിലേക്ക് പോയതല്ലേ? ഞാൻ മണ്ടി. എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. ഹരിതേ, ഞാൻ ഇന്റർവ്യൂവിന് തന്നെ പോയത്. ആ ഇന്റർവ്യൂ ഞാൻ പാസ്സാകുകയും ചെയ്തു. എന്നിട്ട് പിന്നെന്താ? മനോജെ, ഈ ചതിയന പറഞ്ഞു പറ്റിക്കുന്നവൻ. നിന്നെ കാണുന്നത് പോലെ എനിക്ക് അറപ്പാ. ഹരിതേ, മിണ്ടിപ്പോരുത് നീ. ഹരിത, വന്ദനേച്ചി, അച്ഛാ, കഷ്ടം. വായതിരിങ്ങോട്ട്. വാ മോളെ. എടതി, എന്നെ ഒന്ന് വിശ്വസിക്ക്. നീ മദ്യപിച്ചു വന്നപ്പോ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് ഞാനാ. പക്ഷേ എല്ലാവരും കൂടി നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കരയിലടാ, വിഷമിക്കാതടാ. മാധവേട്ട, ചന്ദ്രു, നമുക്കെന്താ ഇങ്ങനെ? ജീവിതം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരികയായിരുന്നു. മക്കളെല്ലാം പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഇനി അങ്ങോട്ട് ജീവിക്കുമെന്ന് സ്വപ്നം കണ്ടു. പക്ഷേ എല്ലാം മാധവന്റെ വെറും പാഴ്മോഹങ്ങളായിരുന്നു. മാധവേട്ട, എന്താ മാധവേട്ട ഇങ്ങനെ? ഇത്രയും ടെൻഷൻ അടിക്കാൻ ഇവിടെ എന്തുണ്ടായി? ഇനി എന്തുണ്ടാകാൻ? മാധവേട്ട, മനോജ് കുറച്ച് മദ്യപിച്ച് വന്നതാണോ ഇത്രയും വലിയ കാര്യം? മാധവേട്ടൻ എന്താ ഇങ്ങനെ?